പാശ്ചാത്യ സഭാ പാരമ്പര്യത്തിൽ ഇത് ആഗമനകാലമാണ്. പിതാവായ ദൈവത്തിന്റെ ബാഹുല്യമേറിയ സ്നേഹത്താൽ തന്റെ ഏകപുത്രൻ നമ്മുടെ രക്ഷയ്ക്കായി സ്വർഗോന്നതി വെടിഞ്ഞ് അവതീർണനായ നാളുകളെ അനുസ്മരിക്കുന്നതാണ് ആഗമനകാലം. ജനന പെരുന്നാളിന് മുൻപുള്ള 25 ദിവസങ്ങൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും വർജനത്തോടും കൂടെ വിശ്വാസികൾ ഒരുങ്ങുന്ന കാലഘട്ടമാണ്. ആ വലിയ രക്ഷണ്യത്തെ നമ്മുടെ ജീവിതത്തിൽ വീണ്ടും പുതുക്കുവാൻ നമുക്ക് ഒരുങ്ങാം. ഇന്ന് നാം ചിന്തിക്കുന്നത് അടിമത്തത്തിൽ നിന്ന് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവസ്നേഹം എന്നതിനെക്കുറിച്ചാണ്. അതിനാധാരമായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. അതിന്റെ 10-ാം വാക്യം: യഹോവ തന്റെ വിശുദ്ധ ഭുജത്തെ നഗ്നമാക്കിയിരിക്കുന്നു, ഭൂമിയുടെ അറ്റങ്ങളൊക്കെയും നമ്മുടെ ദൈവത്തിന്റെ രക്ഷയെ കാണും. പിൽക്കാല പ്രവാചകന്മാരിൽ ഒരാളായിരുന്നു യെശയ്യാവ്. യെശയ്യാവ് എന്ന പദത്തിന് യഹോവ രക്ഷ എന്നാണ് അർത്ഥം. വർഷങ്ങളോളം ഇസ്രായേലിന്റെ മതമണ്ഡലത്തിൽ ഭാസുരപ്രഭ വീശിയ ദീപ്തിഗോളമായിരുന്നു യെശയ്യാ പ്രവാചകൻ. ഉസിയാവ്, യോഥാം, ആഹാബ്, ഹിസ്കിയാവ് എന്നീ യഹൂദ രാജാക്കന്മാരുടെ ഭരണകാലത്ത് യെശയ്യാ പ്രവാചകൻ കർമ്മനിരതനായിരുന്നു. ഇസ്രായേലിന്റെ രക്ഷയെക്കുറിച്ചാണ് ഇവിടെ പ്രധാനമായി പ്രതിപാദിച്ചിരിക്കുന്നത്. പഴയ നിയമത്തിൽ മിസ്രൈമിൽ നിന്ന് വലിയ രക്ഷ പ്രാപിച്ച ജനത വീണ്ടും അടിമത്തത്തിലേക്ക് പോകേണ്ടി വന്നു. ദൈവത്തിന്റെ അഗാധമായ സ്നേഹം അവരെ സ്വതന്ത്രമാക്കുവാൻ ഇടയായിത്തീർന്നു. 52-ാം അധ്യായം ആദ്യ ഭാഗത്ത് തന്നെ അടിമത്തത്തിന്റെ അടയാളമായ മുഷിഞ്ഞ വസ്ത്രം ഉപേക്ഷിച്ച് എഴുന്നേറ്റ് പുതിയ വസ്ത്രം ധരിക്കുവാൻ ഇസ്രായേലിനോട് ആവശ്യപ്പെടുകയാണ് ദൈവം. അടിമത്തത്തിൽ നിന്നും സ്വതന്ത്രമായി രാജപദവിയിലേക്ക് ഉയരുവാൻ ആഹ്വാനം ചെയ്യുന്നു. ഇസ്രായേലിന് നൽകുന്ന സ്വാതന്ത്ര്യം മുഖേന ദൈവത്തിന്റെ നാമം വീണ്ടെടുക്കുവാൻ ആരംഭിക്കുകയാണിവിടെ. അവരുടെ പ്രവാസകാലം മുഴുവനായി കണ്ട് അവരെ രക്ഷിക്കുന്നതിനായി ഒരുങ്ങുന്ന ദൈവത്തെയാണ് പ്രവാചകൻ അവതരിപ്പിക്കുന്നത്. യെരുശലേമിന്റെ ശൂന്യസ്ഥലങ്ങൾ സന്തോഷത്തോടെ പൊട്ടിയാർക്കുവാൻ പ്രവാചകൻ ഉദ്ബോധിപ്പിക്കുന്നു. ദൈവത്തിന്റെ രക്ഷ സകല ലോകവും ദർശിക്കുന്നതിനായി അവന്റെ കൈ നീട്ടിയിരിക്കുന്നു. ദൈവം തന്റെ വിശുദ്ധ ഭുജം കൊണ്ട് പ്രവർത്തനത്തിനായി ഒരുങ്ങുന്നു. ദൈവം വീണ്ടെടുക്കുന്നത് ദൈവേഷ്ടത്താലും ദൈവകൃപയാലും ദൈവസ്നേഹത്താലും മാത്രമാണ്. ദൈവത്തിന്റെ രക്ഷാപ്രവചനം നിവൃത്തിയാകുന്ന ദിവസം ദൈവം വിടുവിക്കും. ദൈവത്തിന്റെ രക്ഷ അനുഭവിക്കുന്ന ജനങ്ങളുടെ സ്തുതിയും സ്തോത്രവും സന്തോഷവും പഴയ നിയമത്തിൽ ഉടനീളം കാണാവുന്നതാണ്. ഇസ്രായേലിന്റെ ആശ്വാസവും യെരുശലേമിന്റെ വീണ്ടെടുപ്പുമാണ് അവരുടെ സന്തോഷത്തിന് നിദാനം. രക്ഷയുടെ വലിയ സന്തോഷം അനുഭവിക്കുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു. പാപം ഇനിയും നമ്മുടെ ജീവിതം അശുദ്ധമാക്കുവാൻ പാടില്ല. യഹോവ പ്രവാസികളുടെ തുണയായതിനാൽ തിരിച്ചു വരുന്ന ഇസ്രായേൽ ഉത്തമ വിശ്വാസത്തോടെ യാത്ര ചെയ്യുന്നത് പോലെ നാമും രക്ഷയുടെ അനുഭവത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കണം. ദൈവം നമ്മുടെ മുൻപിലും പിൻപിലും യാത്ര ചെയ്യും. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നുള്ള വിടുതലാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. പാപനിബിഡമായുള്ള ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ദൈവം തന്റെ ഏകപുത്രനെ നമ്മുടെ ഇടയിലേക്ക് അയച്ച് നമ്മെ പാപത്തിൽ നിന്ന് മോചിതരാക്കിയെന്നും രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കുന്നു. ഓരോ ആഗമനകാലവും നമ്മെ അത് ഓർമ്മപ്പെടുത്തുകയാണ്. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും രക്ഷയുടെ ദൈവസ്നേഹം അനുഭവിപ്പാൻ നമുക്ക് ഒരുങ്ങാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് ഏകപുത്രനെ അയച്ച പിതാവായ ദൈവമേ, പാപസ്വഭാവമുള്ള ഈ ലോകത്ത് ജീവിപ്പാൻ കാൽവറിയിൽ എന്നേക്കുമായി യാഗമായി തീർന്ന ഏകപുത്രനായ കർത്താവേ, രക്ഷയുടെ അനുഭവത്തിലേക്ക് ഇപ്പോഴും ഞങ്ങളെ നയിക്കുന്ന പരിശുദ്ധ റൂഹായ ദൈവമേ, ഈ ഭൂമിയിൽ നിന്റെ ജനമായി ജീവിക്കുവാൻ ഞങ്ങളെ എപ്പോഴും ഒരുക്കണമേ. ഞങ്ങളുടെ കുറവുകൾ ക്ഷമിച്ച് രക്ഷയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന നിന്റെ സ്നേഹം മനസ്സിലാക്കുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ. ആമേൻ.